പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് സെപ്റ്റംബർ മാസം 10 ബുധനാഴ്ച. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 12 വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 7-8 അധ്യായങ്ങൾക്കിടയിൽ നടക്കുന്നതായ സംഭവം യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ പെരുന്നാളിൽ ദീപങ്ങളുടെ തെളിച്ചം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വെളിച്ചം ജനങ്ങളെ വഴികാട്ടുന്നു എന്ന് സൂചിപ്പിച്ച് യെരുശലേം ദേവാലയത്തിൽ വലിയ വിളക്കുകൾ തെളിയിക്കുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യേശു പ്രഖ്യാപിക്കുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനി യേശുവിൽ തന്നെയാണ് പൂർണ്ണതയായി വെളിവാകുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ. വിശുദ്ധ ബൈബിളിൽ വെളിച്ചം അത് സത്യത്തിൻ്റെ വെളിപ്പാടാണ്, ദൈവ സാന്നിധ്യമാണ്, രക്ഷയാണ്. യേശു തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്ന ഞാൻ വെളിച്ചമാണെന്നത് യേശു ദൈവം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു. അത് യഹൂദർക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മുഴുവനായിട്ടാണ് നൽകപ്പെടുന്നത്. യേശു പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുന്നില്ല. ഇരുട്ട് പാപവും അവിശ്വാസവും ആശയക്കുഴപ്പവും എല്ലാം ആണല്ലോ. ക്രിസ്തുവിൽ നടക്കുന്നവന് ജീവൻ്റെ വെളിച്ചം, അതായത് രക്ഷ, വിശുദ്ധി, നിത്യജീവൻ എന്നിവ ലഭ്യമാകുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അരുളി ചെയ്ത ജനതകളുടെ വെളിച്ചം ഇതാ ക്രിസ്തുവിൽ പൂർത്തിയാവുകയാണ്. ക്രിസ്തുവിൽ മാത്രമേ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാൻ കഴിയൂ എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ക്രിസ്തു ഇല്ലാത്ത ജീവിതം ഇരുട്ടിൽ ആണ്. ഒരു വിശ്വാസിയുടെ ദൗത്യം എന്താണ്? ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ ഏറ്റുവാങ്ങി ലോകത്തെ തെളിയിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുക. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ സ്വീകരിക്കുക. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങി കുടുംബത്തിലും സമൂഹത്തിലും അത് പ്രതിഫലിപ്പിക്കുക. നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഏതെങ്കിലും ഇരുട്ടുകൾ നിലനിൽക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ വെളിച്ചം ഞാൻ എങ്ങനെ അനുഭവിക്കുന്നു? ഞാൻ മറ്റുള്ളവർക്ക് വെളിച്ചമായി ജീവിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവരെ ഇരുട്ടിലേക്ക് വഴിതെറ്റിക്കുകയാണ്? ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ വെളിച്ചം. അവനെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കുകയില്ല, മറിച്ച് ജീവൻ്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കും. ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം സത്യത്തിൽ നടക്കുകയും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ വെളിച്ചം തെളിയിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ യേശുവേ, ലോകത്തിൻ്റെ വെളിച്ചമായ നിൻ്റെ മുമ്പിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ടുകളെ നീക്കി നിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ നിൻ്റെ സ്നേഹത്തിൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.